ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വെള്ളായണി കായലിൽ ഒരു ഫുഡ് സ്പോട്ടിലാണ്. വെള്ളായണി കായൽ, വെള്ളായണി ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഫുഡ് സ്പോട്ട് അത് തന്നെയാണ് പുഞ്ചക്കരി കള്ളുഷാപ്പ്. അപ്പോൾ പുഞ്ചക്കരിയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാൻ ആ ഒരു ലൊക്കാലിറ്റിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വസ്തി പ്രോജക്റ്റിനൊക്കെ പോയ ടൈമിൽ നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈം ഈ ഒരു കള്ള് ഷാപ്പിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഷാപ്പുകൾ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഷാപ്പാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ ചെന്നു. സീ ഫുഡ് കിട്ടുന്നിടത്തൊക്കെ ആദ്യം പോയി നമ്മൾ ഫിഷ് സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് കൊടുക്കാം? ഫിഷ് സെലക്ട് ചെയ്യാം. നമ്മൾ കിച്ചണിലോട്ട് എല്ലാവരും കൂടെ ആദ്യം പോയെങ്കിലും പിന്നെ അവരൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് ആണ്. അപ്പോൾ നമുക്ക് റേറ്റ് ഒക്കെ നോക്കാം. കരിമീനുണ്ട്, അമ്മയുണ്ട്, ആവോലിയുണ്ട്, വെള്ളാപ്പാലുണ്ട്, കട്ട്ലയുണ്ട്. റേറ്റൊക്കെ എങ്ങനെയാണ് വരുന്നത്? തലക്കറിയെല്ലാം വേണോ? നിങ്ങൾ നോക്കാത്തത്? ഓക്കെ, അങ്ങനെ നമ്മൾ ഫിഷൊക്കെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് കയറി വന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള നല്ലൊരു ട്രിപ്പായിരുന്നു. എന്താ പറഞ്ഞേ? ചിക്കൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഫിഷേ ഉള്ളൂ. ഏതൊക്കെ ഫിഷൊക്കെ പറഞ്ഞേ? എന്തൊക്കെയായിരുന്നു? തിലാപ്പിയ പറയാം. വേളാപ്പാരയും പിന്നെ ഞണ്ട്, വേളാപ്പാരയും പിന്നെ തിലാപ്പിയ, പിന്നെ ഞണ്ട്, കണവ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പെറോട്ട, ചോറ്, കപ്പ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പരിഞ്ഞില്ല, പരു മുട്ടയെന്ന് പറയും. നമ്മൾ ഓർഡർ ചെയ്തത് കപ്പ, അതുപോലെ റൈസ്, പിന്നെ ക്രാബ് ഓർഡർ ചെയ്തിരുന്നു, കണവ ഓർഡർ ചെയ്തിരുന്നു, മീൻമുട്ട ഓർഡർ ചെയ്തിരുന്നു, പിന്നെ രണ്ട് വലിയ ഫിഷസ് ഓർഡർ ചെയ്തിരുന്നു. ഒന്ന് തിലാപ്പിയ ആയിരുന്നു. തിലാപ്പിയ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ അവിടുത്തെ കണവയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രാഹി എന്തെന്ന് പറഞ്ഞേ? മൈന സാറ്റിസ്ഫൈഡ്. മൈന എപ്പോഴേ കഴിച്ചിട്ടൊക്കെ എല്ലാവരും സാറ്റിസ്ഫൈഡ്. നല്ലത് ഇങ്ങനെ പൊരി പോലെ പിന്നെ എൻ്റെ പ്ലേറ്റ് കണ്ടിട്ടൊന്നുമല്ല. കഴിച്ചറിയോ? തല ആ പ്ലേറ്റ് തല രണ്ട് കൊള്ളാം. വലിയ ഫ്ലഷ് ഒക്കെ ഉണ്ട്. പരു അത് സൂപ്പർ കേട്ടോ. ഇക്ക പൊറോട്ട എങ്ങനെയുണ്ട്? എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ്. ഓക്കെ, നമ്മളെല്ലാവരും കഴിച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ റേറ്റ് വന്നപ്പോൾ നമുക്ക് ചെറിയൊരു, അതായത് ഒരു 3000 റേഞ്ച് റേറ്റ് വന്നു. നമ്മൾ ആകെ ഫിഷിൻ്റെ കുറച്ച് ഐറ്റംസും ബാക്കി കുറച്ച് കപ്പ, അങ്ങനെ പൊറോട്ട, അങ്ങനെയാണ് പൊറോട്ട അല്ല, റൈസ് അങ്ങനെയാണ് കഴിച്ചത്. കുഴപ്പമില്ല, അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു കള്ള് ഷാപ്പിൻ്റെ അത്രയും ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ നമ്മളെല്ലാവരും ചെറിയൊരു വിഷമത്തിലായിരുന്നു. കാരണം ഇത്രയും റേറ്റും കൊണ്ട് അത്ര നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല ഇതിൽ. പക്ഷേ കണവയുടെ ഡിഷ് അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ മീൻ മുട്ടയും എനിക്ക് അവിടെ നല്ല ഇഷ്ടമായി. നല്ല കോട്ടിങ്ങിൽ അവർ പൊരിച്ചു തരുന്നതാണ്, അതും കൊള്ളാം. ഭയങ്കര അങ്ങനെ വരുന്ന കഴിക്കാനുള്ളതൊന്നുമില്ല.
പിന്നെ ഒരു തവണ കഴിക്കാം, അത്രേ ഉള്ളൂ. പൈസയാവും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വെള്ളായണി കായലിൽ നമുക്ക് മീൻ പിടിക്കണം. ഇക്കടെ മെയിൻ പ്ലാൻ അതായിരുന്നു, നാട്ടിൽ വരുമ്പോഴത്തേക്കും ഫിഷിങ് ചെയ്യണം എന്ന്. അങ്ങനെ നമ്മളൊരു ചൂണ്ടയൊക്കെ വാങ്ങാനായിട്ട് ലൊക്കേഷനൊക്കെ ഇട്ട് ഒരു സ്പോട്ടിലെത്തി. ആ ഷോപ്പിൽ കിട്ടാത്തതായി ഒന്നുമില്ല കേട്ടോ, കാരണം അത്രയ്ക്കും നമുക്ക് ഫിഷിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചൂണ്ടയും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഫിഷിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാം കൂടെ സെറ്റ് വരുമ്പോൾ 2500 രൂപ. ഇത് കൊടിയാ? അപ്പൊ നമ്മള് ചൂണ്ടിടാൻ വെള്ളായണി ലേക്കിലെത്തി. അപ്പോൾ നോക്കാം. വ്യൂ ഒരു രക്ഷയില്ല ഗായ്സ്. ആ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. നല്ല നല്ല അടിപൊളി എന്താ ഇപ്പോഴും നമുക്ക് കൃഷിപ്പാടം കാണാം. ഒരുപാട് ചീര കൃഷികളും അതുപോലെ കുറേ വെജിറ്റബിൾസിൻ്റെ ബാക്കി കൃഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ദൂരം ഒരു വള്ളം പോകുന്നത് കാണാം. ഇവിടെ താമരയൊക്കെ പൂക്കുന്ന സമയമാണ് കേട്ടോ, പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഈ വള്ളത്തിൽ പോവാം, പക്ഷെ അത്ര സേഫ്റ്റി അല്ല എന്നാണ് അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നത്. നമുക്കൊരു സേഫ്റ്റി ഇല്ല, അപ്പോൾ നമ്മൾ അതെന്തായാലും ചൂസ് ചെയ്തില്ല. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ഫിഷിങ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് തപ്പിയിട്ട് പിന്നെ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ കായലിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്, ഫിഷിങ് മീനൊക്കെ കിട്ടാറുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ ഹോപ്പൊക്കെ തന്നു. പക്ഷേ ഇത് കൊള്ളാം. അതായത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ചൂണ്ട വാങ്ങിച്ചിട്ട് ചെയ്യുന്നത്. ഇത് ഗൾഫിലൊക്കെ അവിടെ പോയിട്ട് ചൂണ്ടയൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് ആ ഒരു ടെക്നിക്ക് ഇവിടെയും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാണ് നാട്ടിൽ വരുന്നതന്നെ. ഇത്തവണ ഫിഷിങ് ചെയ്യണം, മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കും അതൊരു നല്ല ഇതായിരുന്നു. പ്രത്യേകിച്ചും കുട്ടികൾക്കും ഫസ്റ്റ് ടൈം, എനിക്കും ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല രസമാണ്. നമ്മൾ ഫോൺ നോക്കി ഇത് ഇരിക്കുന്നതിനെക്കാട്ടിലും നമ്മളൊരു സ്ഥലത്ത് പോയി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിന് വേറൊരു വൈബ് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ദൂരം നമ്മൾ അവിടേക്ക് നടന്നു. ആ ഒരു സ്പോട്ട് ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ. നമ്മൾ അവിടെ ഫിഷിംഗ് കറക്റ്റ് ചെയ്തില്ല. അതായത് മെയിൻ വെള്ളായണി കായലിൽ നമ്മൾ പോവാണ് ചെയ്യുന്നത്. വെള്ളായണി കായലിൽ പല പല പോർഷൻസ് ഉണ്ട്, നമ്മൾ മാപ്പിൽ നോക്കുമ്പോഴും ഉണ്ട്. ഒരു ഏരിയയിൽ നമ്മൾ പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം.
ഓക്കെ, ഇതാണ് നമ്മൾ പിന്നെ എത്തിയ സ്പോട്ട്. ഇത് വെള്ളായണിക്കായലിൻ്റെ ഏരിയ ആണ്. ഇവിടെ കുറേ പേര് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. ഫിഷ് കിട്ടുന്നോന്നറിയില്ല, എല്ലാവരും ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. ആർക്കും മീൻ കിട്ടിയത് നമ്മൾ ഇതുവരെ കണ്ടില്ല. അപ്പോൾ അവിടെ ചായ, അതുപോലെ പാനിപൂരി, അങ്ങനെ സർബത്ത് എല്ലാം അവൈലബിൾ ആണ്. അവിടെ കുറച്ച് സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ചുമ്മാ നമ്മളിപ്പോഴാണ് മീൻ സെറ്റാക്കുന്നത്. ഇനി നമ്മൾ അങ്ങ് പോകും, അവിടെ പോയിട്ട് മീൻ പിടിക്കും. ആയിട്ടാണ് നിൽക്കുന്നുണ്ടോ ഇക്ക? നമ്മൾ അവിടെ പോയി മീൻ പിടിക്കല്ലേ? എന്തൊക്കാ കണ്ണൊക്കെ തള്ളി നിൽക്കുന്നേ? ഇക്ക പിടിക്കല്ലേ? ഇക്ക എന്തൊന്നും ഊമയായി ഇപ്പം. ഇന്നലെ വരെ വല വീശുന്നത്. എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ചൂണ്ടയൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇരുട്ടായി തുടങ്ങി, കിട്ടിയില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ചൂണ്ടയിലൊന്നും കിട്ടിയില്ല. നമ്മൾ നെക്സ്റ്റ് ടൈം ഈ ചൂണ്ടയിൽ മീൻ പിടിക്കും എന്നുള്ള പ്രതിജ്ഞയൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.